CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അലോക് വർമ്മ സർവീസിൽ നിന്ന് രാജിവെച്ചു. ഫയർ ആൻഡ് സർവീസ് DG ചുമതല ഏറ്റെടുക്കാനാകില്ലെന്ന് വർമ്മ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നും CVC അന്വേഷണം ഏകപക്ഷീയമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ രാജിക്കത്തിൽ അലോക് വർമ്മ ആരോപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിക്കെതിരെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പോലീസ് സർവീസിൽ നിന്നും അലോക് വർമ്മ രാജി പ്രഖ്യാപിച്ചത്. രാകേഷ് അസ്താന നൽകിയ പരാതിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നടത്തിയ അന്വേഷണം നീതിപൂർവമല്ല. അസ്താന നൽകിയ പരാതി അതേപടി റിപ്പോർട്ടായി നൽകുകയായിരുന്നു. സുപ്രീം കോടതി മേൽനോട്ടത്തിനായി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് AK പട്നായിക്കിന് മുമ്പിൽ ഒരിക്കൽ പോലും അസ്താന ഹാജരായില്ല. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ തൻ്റേതല്ലെന്ന് റിപ്പോർട്ടിൽ AK പട്നായിക് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും CVC റിപ്പോർട്ടിൽ തൻ്റെ വിശദീകരണം തേടാതെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി തീരുമാനം എടുത്തത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ രാജിക്കത്തിൽ അലോക് വർമ്മ പറയുന്നു. CVCയെ ഉപയോഗിച്ച് CBIയെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് തനിക്കെതിരെയുള്ള നടപടി. 2017 ജൂലൈ വരെയായിരുന്നു തൻ്റെ സർവീസ് കാലാവധി. CBI ഡയറക്ടർക്ക് 2 വർഷത്തെ സർവീസ് നിർബന്ധമായതുകൊണ്ടാണ് ഇത് നീട്ടിയത്. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ഈ അധിക സർവീസിൽ തുടരാൻ തനിക്ക് അർഹതയില്ലെന്നും അതിനാൽ ഫയർ ആൻഡ് സർവീസ് DG ചുമതല ഏറ്റെടുക്കുന്നില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതിനിടെ വർമ്മക്ക് പകരം ഇടക്കാല CBI ഡയറക്ടറായി നാഗേശ്വർ റാവു ചുമതലയേറ്റു. പിന്നാലെ അലോക് വർമ്മ പുറത്തിറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ അദ്ദേഹം റദ്ദാക്കി. സവാദ് മുഹമ്മദ്, 24, ഡൽഹി. രാജ്യത്തെ സ്ഥാപനങ്ങളെ മോദി സർക്കാർ തകർക്കുകയാണെന്ന് കോൺഗ്രസ്. അലോക് വർമ്മയുടെ രാജിയിലേക്ക് നയിച്ച സർക്കാർ നടപടി CBIയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണെന്ന് ശശി തരൂർ MP കുറ്റപ്പെടുത്തി. എന്തായിരിക്കും CBIന്റെ ക്രെഡിബിലിറ്റി? എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു കുഴപ്പം അവർക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ 71 വർഷമായിട്ട് വളർത്തി നടത്തിയ കെട്ടിയ സ്ഥാപനങ്ങളെ വിലവെക്കാൻ അവർക്ക് അറിയുന്നില്ല. അവരതിനെ ഹോളോ ഔട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഭരണം. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മളെ ഈ CBIയിലത്തെ സംഭവിച്ച എല്ലാ വിഷയങ്ങളും. CBI മുൻ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR റദ്ദാക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവേന്ദ്രകുമാർ നൽകിയ ഹർജിയും കോടതി തള്ളി. അസ്താനയ്ക്കും ദേവേന്ദ്രകുമാറിനും എതിരായ അഴിമതി കേസിലെ അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. 10 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും 2 ആഴ്ചത്തേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി ഉത്തരവിട്ടു. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനയിൽ നിന്നും 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. ഈ കേസിലെ FIR റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജികൾ തള്ളിയ കോടതി 10 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് CBIയോട് ഉത്തരവിട്ടു. CBI തലപ്പത്ത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായ കേസാണിത്. സതീഷ് സനയിൽ നിന്നും 10 ഗഡുക്കളായാണ് അസ്താന പണം കൈപ്പറ്റിയതെന്ന് FIRൽ പറയുന്നുണ്ട്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു. CBIയിലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും ചില ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് സതീഷ് സനയുടെ പരാതിയുടെ പിന്നിലെന്നും കേസെടുക്കുന്നതിനു മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടിയില്ലെന്നും അസ്താന വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ തള്ളിയ കോടതി അഴിമതി നിരോധന നിയമത്തിലെ 17A വകുപ്പ് പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മുതൽ അസ്താനയും ദേവേന്ദ്രകുമാറും നിർബന്ധിത അവധിയിലാണ്. 24, ഡൽഹി. CBIയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണോ ഇപ്പോഴുണ്ടായിട്ടുള്ള സ്ഥാനചലനങ്ങളും അഴിച്ചുപണിയും? CBIക്കകത്ത് നടക്കുന്ന അന്തർനാടകങ്ങളുടെ നേരറിയാനുള്ള പോംവഴി എന്താണ്? എൻകൗണ്ടർ ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന ആക്ഷേപം ഗുരുതരമായി ഉയർന്നുകഴിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് എൻകൗണ്ടറിൽ അതിഥികളായി എത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത്, ശ്രീ PK ബിജു MP തൃശൂരിൽ, പൊതുപ്രവർത്തകനായ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ തിരുവനന്തപുരത്ത്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ M പ്രശാന്ത് ഡൽഹിയിൽ, CBI മുൻ അഭിഭാഷകൻ ശ്രീ അഡ്വക്കേറ്റ് KP സതീശൻ ടെലഫോണിൽ ഉണ്ടാകും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഷമ മുഹമ്മദ് AICCയുടെ മാധ്യമ വക്താവ് 9 മണി മുതൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോൾ, രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ, CBIയുടെ ചരിത്രം നോക്കുമ്പോൾ ഇതാദ്യമായിട്ടല്ല CBIയുടെ തലപ്പത്ത് ഈ തരത്തിലുള്ളൊരു അഴിച്ചുപണി നടക്കുന്നത്. അതായത് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ ഒരാളെ ആ സ്ഥാനത്ത് നീക്കുന്നത് ഇതാദ്യമായിട്ടുള്ള സംഭവമല്ല.
അങ്ങനെ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കുന്നതിന് വളരെ റീസണബിളായ ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതിലൊന്ന് CBCക്ക് മുന്നിൽ എത്തിയിട്ടുള്ള CBCയുടെ കണ്ടെത്തലുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ CBIയുടെ തലപ്പത്ത് നിർത്താൻ കഴിയില്ല എന്നാണ് ഉന്നതാധികാര സമിതിയിലെ ഭൂരിപക്ഷം പേർ. കോൺഗ്രസിലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റി നിർത്താം, മറ്റു 2 പേർക്കുമുള്ള അഭിപ്രായം, പ്രധാനമന്ത്രി ഉൾപ്പെടെ. അത്തരം ചില കാര്യകാരണങ്ങൾ നിരത്തിയെടുക്കുന്ന ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. CBIയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല മാറ്റുന്നത്. ഇതിനു മുമ്പും മാറ്റിയ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായി, വ്യത്യസ്തമായി അർദ്ധരാത്രി 12 മണിക്ക് CBI ഡയറക്ടറുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുക, 2 പേരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടുത്തെ ഫയലുകളെല്ലാം അപ്രത്യക്ഷമാക്കുക. അപ്പോൾ വലിയൊരു നാടകമാണ് നടന്നത്. ഈ പറയപ്പെടുന്ന അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യാവുന്നതല്ല ഉള്ളൂ. ഈ അർദ്ധരാത്രി 12 മണിക്ക് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിൽക്കേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ട് പോകേണ്ട കാര്യം എന്താ? അതാണ് വളരെ ദുരൂഹതകൾ നിറഞ്ഞത്. അത് വലിയൊരു നാടകീയമായ രംഗമാണ് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നടപ്പിലാക്കിയത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഈ ഡയറക്ടർ മാറ്റിയതൊക്കെ പകൽ വെളിച്ചത്തിലാണ്. അവരോടൊക്കെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടൊക്കെയാണ്. അതിൽ നിന്ന് അതാ ഞാൻ പറഞ്ഞ വിഭിന്നമായി, വ്യത്യസ്തമായി ഒരു മാറ്റൽ. ഇതിനകത്ത് വളരെ വ്യക്തമായൊരു കാര്യം പറയാം. CBIയുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. സുപ്രീം കോടതിയുടെ വിധിക്കകത്തും ഞാൻ പറയുന്നു ചില ദുരൂഹതകളുണ്ട്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഏതെങ്കിലും ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റിയെങ്കിൽ ഈ കമ്മിറ്റി കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് മാറ്റിയത്. ഇവിടെ 2 കേസുകൾ വളരെ നിർണായകമായിട്ടുണ്ട്. അതിലൊന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻവോൾവ് ആണെന്ന് നിരന്തരമായി കോൺഗ്രസ് പ്രസിഡന്റ് ആരോപണം ഉന്നയിക്കുന്ന റഫാൽ വിമാന ഇടപാടാണ്. ആ റഫാലിനകത്ത് 78 വർഷത്തെ പാരമ്പര്യമുള്ള 72,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തൊരു ഓഫ്സെറ്റ് കരാർ 13 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ അനിൽ അംബാനിയുടെ റിലയൻസിന് വേണ്ടി കൊടുത്തത് വളരെ ദുരൂഹതകൾ. 30,000 കോടി രൂപയാണ് ഈ ഓഫ്സെറ്റ് കരാറിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല. DPP ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ പാലിച്ചിട്ടില്ല. നരേന്ദ്രമോദി നേരിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ചെയ്തതിനെക്കുറിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ പല ആരോപണങ്ങളും CBIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ മാറ്റലും ഈ ഫയലുകൾ കടത്തലും. അതുപോലെ തന്നെ നമുക്കറിയാം 5,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പ് കഴിഞ്ഞ് വിദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ഈ പറയപ്പെടുന്ന ഏറ്റവും സ്റ്റെർലിംഗ് ബയോടെക് കമ്പനിയുടെ സന്ദേശര എന്ന് പറയുന്ന ആൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസാക്ഷി സൂക്ഷിക്കുന്ന ആളാണ്, അമിത്ഷായുടെ മനസാക്ഷി സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച്, ഈ സന്ദേശരയെ സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ ഫയലുകളും CBIയിലുണ്ട്. അപ്പോൾ രണ്ടും പ്രധാനമന്ത്രി ഇൻവോൾവ് ആണ്. ഒന്ന് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം, 2 പ്രധാനമന്ത്രിയുടെ സഹയാത്രികരെന്ന് പറയാവുന്ന തരത്തിൽ ബന്ധമുള്ള BJP പ്രസിഡന്റ് ശ്രീ അമിത്ഷായുമായി ബന്ധമുള്ള ഈ സന്ദേശര 5,000 കോടി രൂപയുമായി മുങ്ങാൻ സഹായിച്ചത് പ്രധാനമന്ത്രിയും അതുപോലെ BJP പ്രസിഡന്റുമാണെന്നുള്ള ആരോപണമുണ്ട്. ആ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ അലോക് ശർമ്മയെ മാറ്റിയിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സ്വയം ഇനി ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് അർദ്ധരാത്രി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഈ മാറ്റം ചില സംശയങ്ങളും ദുരൂഹതകളും ഉണർത്തുന്നുണ്ട് എന്നാണല്ലോ താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ശ്രീ രാജ്മോഹൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. കോടതി തന്നെ ഈ കാര്യത്തിലെടുത്ത ഒരു നിലപാട്, അലോക് വർമ്മ എന്ന CBIയുടെ തലപ്പത്തുള്ള ഒരാളെ മാറ്റുന്നതിൽ തെറ്റില്ല, അത് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ നടപടിക്രമങ്ങൾ ശരിയായില്ല. അവിടെയാണ് കോടതിക്കും വിയോജിപ്പുള്ളത്. അതുകൊണ്ടാണ് കോടതി റീഇൻസ്റ്റേറ്റ് ചെയ്തത്. പക്ഷെ അപ്പോഴും
CVCയുടെ കണ്ടെത്തൽ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് അലോക് വർമ്മയ്ക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിന്മേൽ CVCയുടെ കണ്ടെത്തലുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു, ഇവിടെ ഈ കേസിൽ അലോക് വർമ്മയെ റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഉപാധികളോടെയാണ്. ഉപാധികൾ എന്ന് പറഞ്ഞാൽ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ലാതെയാണ് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കോടതിയുടെ സമ്പൂർണ്ണമായ ഒരു പരിരക്ഷ അലോക് വർമ്മയ്ക്ക് ഉണ്ടായില്ല എന്നർത്ഥം. ഇനി രണ്ടാമത് ഉന്നതാധികാര സമിതി ചേരുന്നു. അവിടെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു അംഗവും പിന്നെ പ്രധാന പ്രതിപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ പോലൊരാളും 3 പേരുണ്ട്. അതിൽ 2 പേർക്കും ഒരേ അഭിപ്രായമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഡിസെൻറ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നടപടികളിലേക്ക് പോകുന്നു. ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം നിലനിൽക്കുന്ന ജീവസായ എന്താണ് അതിലുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, CVCയുടെ ആരോപണം അവിടെ നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി മാസം 31 വരെ ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയും ചെയ്തു കഴിഞ്ഞാലും ഈ CVCയുടെ കണ്ടെത്തലുകളുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാവുന്നതല്ല ഉള്ളൂ. ഇത്രയും ദിവസം ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നതിനെ എന്തിനാണ് ഭയപ്പെടുന്നത്? മാത്രമല്ല, ഇതൊരു വലിയ പോസ്റ്റല്ലേ. CBIയുടെ ഡയറക്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കാതെ സിക്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ അരുൺ ജഡ്ജിയുമായി ആത്മീയ ബന്ധമുള്ള ഒരാളാണ് ഈ പറയപ്പെടുന്ന സിക്രി. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ്, അങ്ങനെയാണല്ലോ വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ 3 പേര് പങ്കെടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കാതെ അദ്ദേഹത്തിന് നോമിനി വരുന്നു. മാത്രമല്ല, ജനുവരി മാസം 31 ഈ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത്രയും ദിവസം അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതിന് എന്തിനാ ഭയപ്പെടുന്ന? 1. 2, വലിയ അഴിമതിക്കാരനെന്ന് പേരെടുത്ത നാഗേശ്വർ റാവുവിനെയാണ് അന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടെ നിയമിച്ചതും ഇന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് നിയമിച്ചതും. ഈ നാഗേശ്വർ റാവു അന്ന് ഈ കേസ് അന്വേഷണം നടത്താൻ അലോക് വർമ്മ നിയമിച്ച മുഴുവൻ ആളുകളെ മാറ്റി. 48 മണിക്കൂർ മുമ്പ് അലോക് വർമ്മ തിരിച്ചു വന്നതിന് ശേഷം ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുനർനിയമിച്ചു. ആ നിയമനം എന്തിനാ ഈ പുതിയ നാഗേശ്വർ റാവു റദ്ദാക്കിയത്? അപ്പോൾ ജനുവരി മാസം 31 അദ്ദേഹത്തിന് സ്വാഭാവികമായ ഒരു റിട്ടയർമെൻ്റ് അല്ലേ? ആ റിട്ടയർമെൻറ്റ് കഴിയുന്നവരെ കാത്തിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാകുമായിരുന്നല്ലോ. അതിന് എന്തുകൊണ്ട് തയ്യാറായില്ല? സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ആ പഴുതുപയോഗിച്ചുകൊണ്ട് 48 മണിക്കൂറിനകം യോഗം കൂടുകയും പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു, എനിക്ക് അസൗകര്യമുണ്ട്, ഒരു ദിവസം യോഗം മാറ്റിവെക്കണം. മാറ്റിവെക്കാൻ തയ്യാറല്ലെന്ന് ഛടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പരിപാടികൾ അദ്ദേഹം റദ്ദാക്കിക്കൊണ്ടാണ് ഈ യോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കെടുത്തത്. അതിൽ അതിശക്തമായ ഡിസെൻഡിങ് നോട്ട് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, അലോക് വർമ്മയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്യാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തെ സ്വാഭാവികമായി സിക്രി അനുകൂലിക്കുകയും മുൻപ് ഈ രാജ്യം UPA ഭരിച്ചപ്പോൾ, അതായത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരിച്ചപ്പോഴും ഒക്കെ പല സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അത് CBIയുടെ കേസിൽ CBI ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ അത് പലപ്പോഴും ഭരണത്തിലിരിക്കുന്നവർ CBI ഒരു സ്വതന്ത്ര സ്ഥാപനമാണെന്ന് പറയുമ്പോഴും നിഷ്പക്ഷവും നീതിപൂർവ്വവും വിശ്വാസ്യതയോടും പെരുമാറുന്ന ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുമ്പോഴും അതത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചട്ടുകമായി CBIയെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം. ആ ആക്ഷേപത്തിൻ്റെ ഒരു തുടർച്ച ഈ അലോക് വർമ്മയെ മാറ്റിയ കാര്യത്തിലും ഉണ്ട് എന്നതിനപ്പുറം ഗൗരവമുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന ആക്ഷേപം ഇടതുപക്ഷത്തിനുണ്ടോ? PK ബിജു MPയുടെ അഭിപ്രായം എന്താണ്? ഗോപികൃഷ്ണൻ ഇവിടെ കാണേണ്ടത്, കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് CBIന് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി തന്നെ പരാമർശം നടത്തിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2G കേസിലും കൽക്കരി കേസിലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ?
ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അർദ്ധരാത്രിയിലെ ഈ നാടകം, അർദ്ധരാത്രിയിലെ അട്ടിമറി, അതെന്തിനാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്? അത് CBIയിൽ മാത്രമാണോ കേന്ദ്ര സർക്കാർ നടത്തുന്നത്? ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ സ്വതന്ത്ര ചുമതലയുള്ള എല്ലാ ഏജൻസികളെയും ഗവൺമെൻറ്റിൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അതുപോലെ ED, അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു. അവസാനം നമ്മൾ കണ്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ രാജിവെച്ച് പോകേണ്ടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി. ഇതൊക്കെ സാധാരണ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഒരു സംഭവവികാസങ്ങളല്ല. അപ്പോൾ CBIയുടെ ഈ നടപടി അലോക് വർമ്മയെ അവിടെ ഇരുത്താൻ പാടില്ല. അലോക് വർമ്മ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഗുജറാത്ത് കേഡർ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അസ്താനയെ സ്പെഷ്യൽ ഡയറക്ടറായി നരേന്ദ്രമോദി ഗവൺമെൻറ് 2016 CBI കൊണ്ടുവന്നു. 2017 അദ്ദേഹത്തെ സ്പെഷ്യൽ ഡയറക്ടറായി അലോക് വർമ്മയ്ക്ക് മുമ്പിൽ നിയമിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഗുജറാത്തിലെ അമിത്ഷായുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും എല്ലാം വിശ്വസ്തനായിട്ടുള്ള പോലീസ് ഓഫീസറായിരുന്നു എന്ന് ആ പോലീസ് ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഗോദ്ര കലാപം അന്വേഷിച്ച അദ്ദേഹമാണ്. അഹമ്മദാബാദിലെ ബോംബ് സ്ഫോടനം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അസ്താന. അപ്പം അസ്താനയെ അവിടെ കൊണ്ട് ഇരുത്തുകയും CBIയിൽ അലോക് വർമ്മയ്ക്കെതിരായി ഒരു പ്രത്യേക ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അത് നമ്മുടെ രാജ്യത്താകെ ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള വിഷയമാണ്. അല്ല ശ്രീ പി കെ ബിജു, ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങൾ അല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഒക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയുടെ പെർവ്യൂവിൽ വന്നതാണല്ലോ. ഈ കാര്യങ്ങളിൽ കോടതി സ്വീകരിച്ച നിലപാട് എന്താണ്? അതായത് CVCയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ കണ്ടെത്തൽ അനുസരിച്ച് അലോക് വർമ്മയ്ക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. 1, 2, 3 എന്നിങ്ങനെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അഴിമതി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിർത്താൻ കഴിയില്ല. താങ്കൾ പറഞ്ഞതുപോലെ രാകേഷ് അസ്താനയുടെ അദ്ദേഹത്തിൻ്റെ പോലീസ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ഇതിൻ്റെ മെറിറ്റ് വെച്ച് നോക്കുമ്പോൾ, സാങ്കേതികമായി കാര്യങ്ങൾ നോക്കുമ്പോൾ, കോടതി മറ്റൊരു പരിരക്ഷയും നൽകാതെയാണ് അലോക് വർമ്മയെ ആ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നത്. അവിടെ അലോക് വർമ്മയെ മാറ്റാൻ തീരുമാനമെടുക്കുന്നു. അതും നിയമപരമായി രൂപീകരിക്കപ്പെട്ടത് ഉന്നതാധികാര സമിതിയുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച്. രാഷ്ട്രീയ ഇടപെടലുകൾ CBIയിലുണ്ട് എന്ന ആരോപണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നതിനപ്പുറം ഉള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഗോപികൃഷ്ണത് കാണേണ്ടത് എന്താ? ഇവിടെ ശ്രീ അലോക് വർമ്മ തന്നെ പറഞ്ഞു, എനിക്കെതിരായി അസ്താന കൊടുത്ത പരാതി അതേപടി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എനിക്കെതിരായി ചാർജ് ഷീറ്റായി കൊണ്ടുവന്നിരിക്കുകയാണ്. സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വെച്ച ജസ്റ്റിസ് പട്നായിക്ക് ആ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവിക നീതി, ഇദ്ദേഹത്തിന് ഈ കാര്യം പറയാനുള്ള സ്വാഭാവിക നീതി കൊടുക്കുക എന്നത് മനുഷ്യത്വപരമായ പരിഗണനയാണ്. അത് കൊടുക്കാതെ ഇദ്ദേഹത്തെ നീക്കണം. അത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റാഫേൽ കേസിനെ സംബന്ധിച്ച് അന്വേഷണം വരുന്നു. ആ കേസിൽ പ്രധാനമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് വലിയ തോതിലുണ്ട് എന്നത് നമ്മുടെ രാജ്യത്താകെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യതയില്ല. അഴിമതിക്കാരെ അവിടെ ഇരുത്താതിരിക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമെങ്കിൽ നാഗേശ്വര റാവുവിൻ്റെ അഴിമതിയുടെ കഥകൾ രാജ്യത്ത് പാട്ടല്ലേ? എങ്ങനെ ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ഇരുത്താൻ വേണ്ടി അഴിമതി ആരോപിച്ചൊരു ഉദ്യോഗസ്ഥനെ എന്തിനാ പുറത്താക്കുന്നത്? അപ്പം ഇത് BJP പറയുന്ന ഈ ന്യായീകരണം CBIയിൽ അർദ്ധരാത്രിയിൽ ഒരു അട്ടിമറി നടത്തി അതിന് ഡയറക്ടറെ മാറ്റുന്നതിന് പര്യാപ്തമല്ല. യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് 2-3 മാസം മാത്രമേ ഉള്ളൂ. ആ 3 മാസങ്ങൾക്കിടയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃനിരയെ ആക്രമിക്കുക, അതിന് CBIനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അതാണ് ഇപ്പൊ അഖിലേഷ് യാദവിന്റെ കാര്യത്തിൽ കണ്ടത്. ഇനി എം പ്രശാന്ത് രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായി എം പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. പ്രശാന്ത്, ഈ CBIക്ക് ഉന്നത തലത്തിൽ നടക്കുന്ന ഈ ഇടപെടലുകൾ സ്വാഭാവികമായും അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് അലോക് വർമ്മ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു ദിവസം രാത്രി സുപ്രധാനമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3-4 പേർ അദ്ദേഹത്തെ കാണാൻ വരുന്നു.
അതിൽ BJPയിൽ അസ്വസ്ഥരായി നിൽക്കുന്ന യശ്വന്ത് സിൻഹയെ പോലുള്ളവർ, അരുൺ ഷൂരിയെ പോലുള്ളവരുണ്ട്. അവർ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഫയലുകൾ അലോക് വർമ്മയ്ക്ക് കൈമാറുന്നു. അതിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഈ അലോക് വർമ്മ ആ കാര്യത്തിലെ ഫയലുകൾ പരിശോധിച്ച് അന്വേഷണത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് കേന്ദ്ര സർക്കാരിനെ വേവലാതിപ്പെടുത്തുകയും ഉടൻ തന്നെ ഇയാൾ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതിലെല്ലാം എത്രമാത്രം വാസ്തവമുണ്ട്? എന്തുകൊണ്ടാണ് അലോക് വർമ്മയുടെ കാര്യത്തിൽ ഇത്ര തിടുക്കപ്പെട്ട്? നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ശരിയാണ്, നേരത്തെ ശ്രീ PK ബിജു പറഞ്ഞത് ശരിയാണ്. അർദ്ധരാത്രി അവിടെ വരുന്നു, ഉദ്യോഗസ്ഥരുടെ ഓഫീസ് സീൽ വെച്ച് പുറത്തേക്ക് കടത്തുന്നു, ഇവരെ പുറത്താക്കുന്നു, അവരോട് അടുപ്പമുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു, നാഗേശ്വര റാവു ചാർജ് എടുക്കുന്നു. ഇത്ര തിടുക്കത്തിൽ ഒരു ഇടപെടൽ എന്തിനാണ് ഉണ്ടായത്? ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഒരു കള്ളനാണ്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഇവിടെ പൊളിയാൻ പോകുന്നു എന്ന അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളല്ലേ? ഗോപികൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ടുകൾ എന്ന നിലയിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം വസ്തുതാപരമാണ്. റഫേൽ ഇടപാടിൽ സുപ്രീം കോടതിയിൽ പരാതി നൽകിയ യശ്വന്ത് സിൻഹയും അരുൺ ഷൂരിയും പ്രശാന്ത് ഭൂഷണും CBI അലോക് വർമ്മയുടെ ഓഫീസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും റഫേൽ ഇടപാടിൽ ഒരു CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുള്ള വിശദമായ ഒരു പരാതി അലോക് വർമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അലോക് വർമ്മയ്ക്ക് അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി വളരെ ഗൗരവപൂർവ്വമാണ് അലോക് വർമ്മ സമീപിച്ചത്. അലോക് വർമ്മ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രിലിമിനറി എൻക്വയറിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഒരുങ്ങുക മാത്രമല്ല, അതിനാവശ്യമായ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി. അദ്ദേഹം പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് തനിക്ക് മുമ്പാകെ ഈ 3 പേർ സമർപ്പിച്ച റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ വസ്തുതാപരമാണോ എന്ന ഒരു പ്രാഥമിക അന്വേഷണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ നീക്കങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് അങ്ങേ അറ്റം പരിഭ്രാന്തരായിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ മോഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതും ഈ പറയുന്ന അർദ്ധരാത്രിയിലെ അട്ടിമറി നാടകം അരങ്ങേറുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി. സുപ്രീം കോടതി അദ്ദേഹത്തെ അതേ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടു. നയപരമായ വിഷയങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ അനുവദിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ ഒരു നിയന്ത്രണം നിലനിൽക്കുമ്പോൾ തന്നെയും റഫേൽ ഇടപാടിൽ ഈ പറയുന്ന പ്രിലിമിനറി ഇൻക്വയറിയിലേക്ക് കടക്കാനുള്ള അധികാരം അലോക് വർമ്മയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു നിയമോപദേശം തന്നെയാണ് പ്രധാനമന്ത്രി കാര്യാലയത്തിനും മറ്റും ലഭിച്ചത്. അതുകൊണ്ട് ആ ഒരു പ്രിലിമിനറി എൻക്വയറിയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ CBI കടന്നാൽ ഇലക്ഷന് ഇനി കേവലം മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. സുപ്രീം കോടതിയിലെ പരാതി ഒരുവിധം മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ അതിനെല്ലാം ഉപരിയായി ഇവർ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രിലിമിനറി എൻക്വയറി ഉത്തരവ് ഇലക്ഷൻ കാലം പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുമെന്ന തിരിച്ചറിവ് BJP നേതൃത്വത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അമിത്ഷായ്ക്ക് എല്ലാവർക്കുമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി റഫേൽ ഇടപാട് എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പൊതു അജണ്ടയിൽ ഒരു മുഖ്യ വിഷയമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വൈകിയ വേളയിൽ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സമയമില്ല എന്ന നല്ല ബോധ്യം പ്രധാനമന്ത്രിക്കും സംഘത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു അവസരം അലോക് വർമ്മയ്ക്ക് നൽകാതെ വളരെ തിടുക്കപ്പെട്ട് ഈ 3 അംഗ സമിതിയുടെ യോഗം ചേർന്ന് അതിൽ ഈ പറയുന്ന CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് ആ 3 അംഗ സമിതി എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഒരു നിമിഷം. ഇപ്പോൾ ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരു നിമിഷം പോയിട്ട് വരാം. In the United States, Europe, Africa, Middle East, I'm speaking to all of you. And I want to tell you that you have played a tremendous role in making India what it is today. And I want to go further. I want to go further because that is not enough. I want to say clearly that without your help, without the help of the NRIs, it would be impossible for India to be where it is today. Let us talk about some of the great NRIs. Let us talk about you. Who are you? What is your spirit? Let me tell you a little bit.
in the last century, when we stood up and fought the British, the fight was led by a non-resident Indian called Mahatma Gandhi. When we carried out the White Revolution, became #1 in milk production, that job was done by a non-resident Indian returned person. Here on the stage we have Sam Petroda. Telecom revolution, non-resident Indian. And then liberalization. The brain behind liberalization, Manmohan Singh ji, non-resident Indian. So I have come here to tell you that I don't just want to talk to you. I don't just want to come here, give you the same speech and go home. I'm not interested. I'm interested in making you realize that you are India's future and we cannot build India without you. And I want you to do what you have done in Dubai, what you have done in the UAE, what you have done in the United States, what you have done in Europe, in Africa. I want you to help us do that back home. And I want a commitment from you. I want a commitment for you. You are going to stand together with us in India and help us solve the 2 or 3 big problems, challenges that we face. Do I have your acceptance to this proposal? I didn't hear you. I want you to say it louder. No, louder. Now let me tell you what are the problems that we face and what are the problems that we are going to work with you to resolve. And I'm happy to see that there are many ladies here because you are also part of that equation. The single biggest problem that we face in India today, over 1 billion people are facing a crisis of unemployment. You go to India, you talk to youngsters there and they will tell you that we have been devastated by demonetization and by GST, and we simply do not have employment. So the first problem that India needs to take head on, we are in a cricket stadium, not on the back foot, but on the front foot is unemployment. And we need to show the rest of the world that not only can India beat unemployment, but India can challenge our neighbor, China, when it comes to manufacturing and when it comes to employment. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദുബായിൽ ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത് CBIയുടെ തലപ്പത്തുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ആരുടെ രാഷ്ട്രീയ താല്പര്യമാണ് പ്രവർത്തിച്ചതെന്നാണ്. CBIയിലെ നേരറിയാൻ നമ്മുടെ മുന്നിലുള്ള പോംവഴി എന്താണെന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റൊരു കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തും. ശ്രീ PK ബിജു MP തൃശ്ശൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രശാന്ത്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ പ്രശാന്തും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ താങ്കളോടാണ്. താങ്കൾ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. ഇവിടെ അലോക് വർമ്മക്കെതിരെ താങ്കൾ കൊടുത്ത പരാതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് CVCയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ അറിയുന്നു. താങ്കൾ ആദ്യം ആ കാര്യം ഒന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ പരാതിയിലാണോ ഒരുപാട് അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് CVCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്? അതിലൊന്നായിരിക്കാം താങ്കൾ കൊടുത്ത പരാതി. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, എന്തായിരുന്നു അത്? ഗോപികൃഷ്ണൻ, എനിക്ക് പറയാനുള്ള ഇവിടെ ഈ ചർച്ചയിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പരാതിയിലേക്ക് കടക്കുമ്പോൾ ആവുമായൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ മൂന്ന് പേരും ഇവിടെ ചർച്ച നടത്തിയതിനകത്ത് പേരൊന്നും പറയണ്ടല്ലോ,
രാജ്മോഹൻ ഉണ്ണിത്താൻ, ബിജു, ഈ മാധ്യമപ്രവർത്തകൻ, ദേശാഭിമാനിയുടെ ഡൽഹി പ്രശാന്ത്, ഈ 3 പേരും അലോക് വർമ്മയ്ക്ക് അനുകൂലമായി അലോക് വർമ്മയെ ന്യായീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ചർച്ചയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ അലോക് വർമ്മ, CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതപരമായി ശരിയല്ല, മീഡിയ തെറ്റിദ്ധരിപ്പിച്ചു എന്നും നിയമപരമായും ശരിയല്ല എന്ന് പറയുവാൻ ആധികാരികമായി പറയാൻ കഴിയുന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം ആ രേഖ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ അലോക് വർമ്മയ്ക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയിൽ മേലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പരാതി. ആ പരാതിയിലുണ്ട്, സീലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഞാൻ കൊടുത്ത പരാതിയിലെ സീലാണ്, ഒറിജിനൽ സീലാണിത്. അപ്പം അതിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി, ഇന്ന് അലോക് വർമ്മ രാജി സമർപ്പിച്ച പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറിയുടെ കത്താണിത്. ആ സെക്രട്ടറിയാണ് എൻ്റെ പരാതിമേൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കേണ്ടതാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ. അഭയ കേസിലെ 2ാം പ്രതിയെ വിചാരണ കൂടാതെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ കൊടുക്കണമെന്ന് എൻ്റെ പരാതിയിന്മേൽ പ്രധാനമന്ത്രിയും പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറിയും ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ ഫയൽ ചെയ്യാതെ പ്രതിയെ സഹായിച്ചു, ഫാദർ ജോസ് പൂത്തർക്കീനെ സഹായിച്ചുവെന്നും കോടികൾ വാങ്ങിച്ചിട്ടാണെന്നുള്ള പരാതിയാണ് അതീവ ഗൗരവ സീൽഡ് കവറിൽ സുപ്രീം കോടതി കൊടുത്തത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വിവരങ്ങളൊക്കെ ഒരു മാധ്യമങ്ങളിലും വെളിയിൽ വന്നിട്ടില്ല. ഇതൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി ഉളച്ചു വന്ന ആരോപണങ്ങളാണ് അലോക് വർമ്മയ്ക്കെതിരെ CBI ഡയറക്ടർ, അയാളുടെ പേര് അലോക് കുമാർ വർമ്മ എന്നാണ് യഥാർത്ഥം. അപ്പോൾ അലോക് വർമ്മയെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാവരും മാധ്യമങ്ങൾ വിളിക്കണമെന്നേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ ആരോപണങ്ങൾ പലർക്കും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ പറയുന്നത് അലോക് വർമ്മ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാതെയാണ് ഇന്നലെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തതെന്ന് പറയണം. അത് വാസ്തവവിരുദ്ധമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വേണ്ട ഈ പരാതി, ഇതുൾപ്പെടെ ഞാൻ കൊടുത്ത പരാതി ഉൾപ്പെടെയുള്ള പരാതിയിൽ മേൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അലോക് വർമ്മയോട് വിശദീകരണം ചോദിച്ചാൽ ആ വിശദീകരണം ഇതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി വന്നപ്പോഴും വിശദീകരണം സീൽഡ് കവറിനകത്തുള്ള ഈ പരാതി, എൻ്റെ പരാതി ഉൾപ്പെടെയുള്ള പരാതികൾക്ക് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ അതിനും മറുപടി അവിടെ കൊടുത്തു. അപ്പം സുപ്രീം കോടതിയിലും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും കൊടുത്ത മറുപടിയാണ് ഈ പറയുന്ന ഇന്നലത്തെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള. അപ്പം പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, എൻ്റെ മറുപടി അലോക് വർമ്മയുടെ മറുപടി ഇവിടെ ഉണ്ട്, പുതിയതായി ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല, ആ മറുപടി ഉള്ളിടത്ത് ഇനി എന്തിനാണ് ഇത് വെച്ച് നീട്ടണം എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ സുപ്രീം കോടതി, ഇപ്പം നിങ്ങൾ തന്നെ ഗോപീഷൻ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ചർച്ചയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിൻ്റെ പ്രതിനിധിയല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ സീനിയറായിട്ടുള്ള ജഡ്ജിനെയാണ് പകരം അയച്ചിരിക്കുന്നത്. അദ്ദേഹവും നിയമപരമായി ഈ പറയുന്ന കാര്യങ്ങൾ അലോക് വർമ്മയുടെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ നിലപാട് യോജിക്കുകയും പറയുകയും ചെയ്തു. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 പേര് ഉന്നയിച്ച അവതാരകനായിട്ടുള്ള ഗോപീഷൻ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള അലോക് വർമ്മയെക്കുറിച്ച് അനുകൂലമായ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നടപടിക്രമത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ നരിമാനാണ് അലോക് വർമ്മയ്ക്ക് വേണ്ടി ഹാജരായ. അദ്ദേഹം മുഴുവൻ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെട്ട, എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും ബിജു പറഞ്ഞതും ഉണ്ണിത്താൻ പറഞ്ഞതും എല്ലാം വാദിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ജനുവരി 8-ാം തീയതി സുപ്രധാനമായതുകൊണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായി അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് അലോക് വർമ്മയെ ഈ സ്ഥാനത്ത് നിയമിക്കുമ്പോൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CBCക്ക് മുമ്പിലുള്ള പരാതിയും അദ്ദേഹത്തിനെതിരെയുള്ളത് പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം കൂടി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം മുമ്പ് കൂടുക. അപ്പം ഈ അലോക് കുമാർ വർമ്മ ആരാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഡൽഹി പോലീസ് കമ്മീഷണറായിരിക്കെ അദ്ദേഹം CBI ഡയറക്ടറാകുന്നതിന് തൊട്ട് മുമ്പാണ്. 2 വർഷം അദ്ദേഹത്തിൻ്റെ സർവീസ് നീട്ടിക്കിട്ടി. ഇനി 14 ദിവസമാണ് വർക്കിംഗ് ഡേ ഉള്ളത് അദ്ദേഹത്തിന്. ഈ ജൂലൈ 1-ാം തീയതി റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് CBI ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം
9-ാം തീയതി മിനിങ്ങാന്ന് ഏറ്റെടുത്തപ്പോൾ രാജിവെക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന്. അപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇന്നലെയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല, പോളിസി മാറ്ററിൽ ഇടപെടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി ഈ പറയുന്ന കാര്യങ്ങളെ ചെയ്തതിന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ചീഫ് ജസ്റ്റിസിൻ്റെ കൂടെയുള്ള സീനിയറായിട്ടുള്ള ജഡ്ജി ഉൾപ്പെടെ സുപ്രധാനമായ നിയമപരമായ കാര്യങ്ങൾ 3 പേരിൽ 2 പേരെ കൃത്യമായി നിയമപരമായി പറയുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ സുപ്രീം കോടതി വീണ്ടും അപ്പീൽ കൊടുക്കാവുന്നതാണ്. പ്രശാന്ത് ഭൂഷൺ പോകുന്നു. പ്രശാന്ത് ഭൂഷൺ ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PK ബിജു, സ്വാഭാവികമാണ് ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണം ഉയർന്നു വരുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അലോക് വർമ്മയെ കാണാനെത്തിയവർ അവർ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ നൽകുന്നു, അതിന്മേൽ അന്വേഷണം നടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന രാകേഷ് അസ്താനയുടെ പൂർവ്വകാല ചരിത്രം, അവരെത്രത്തോളം അമിത്ഷായും നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന കാര്യം, ഇതിലെല്ലാം വസ്തുതകളുണ്ട്, അതൊന്നുമില്ല എന്നല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തെ തികഞ്ഞ സാങ്കേതികതയിലും തികഞ്ഞ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ആദ്യമുണ്ടായിരുന്ന ആക്ഷേപം, അതായത് അലോക് വർമ്മയെ മാറ്റിയപ്പോൾ ആ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതായിരുന്നു. ആ ആക്ഷേപത്തിന് ഇട നൽകാത്ത തരത്തിലാണ് അലോക് വർമ്മയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഉന്നതാധികാര സമിതിയിലെ ഭൂരിപക്ഷാംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം ഈ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരവും ഗൗരവമാണെന്നും അതുകൊണ്ട് അലോക് വർമ്മയെ ഈ സ്ഥാനത്ത് നിർത്താൻ കഴിയില്ല എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പിന്നെ ശ്രീ PK ബിജു, മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്, അത് ഇതിൻ്റെ പിന്നാമ്പുറ കഥയായി നിൽക്കുന്നതാണ്. അലോക് വർമ്മ CBI ഡയറക്ടർ സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റൊരു സർവീസ്, അതായത് ഫയർ സർവീസസ് ഡയറക്ടർ ജനറൽ സ്ഥാനം ഏറ്റെടുക്കാതിരിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് വാരണാസിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം എന്ന ഒരു വാഗ്ദാനം. അതായത് അദ്ദേഹത്തിൻ്റെ രാജിക്ക് പിന്നിലും ചില രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന ഒരു വാർത്തയും പിന്നാമ്പുറത്തുണ്ട്. അതിന് പുറമെയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. PK ബിജു MP. ഗോപികൃഷ്ണൻ, ഞാൻ കോൺഗ്രസ് അദ്ദേഹത്തിന് എന്ത് വാഗ്ദാനം കൊടുത്ത് നമുക്കറിയാത്ത കാര്യമാണ്. സാധാരണ IPSകാരും IASകാരുമെല്ലാം നമ്മുടെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പോൾ BJPയുടെ പാർലമെൻറ്റ് മെമ്പറാണ്, അദ്ദേഹം ഇപ്പം മന്ത്രിയാണ്. അതൊക്കെ നമ്മുടെ രാജ്യത്ത് സർവ്വസാധാരണമായി സംഭവിക്കുന്നതാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരാണ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത്. ഞാനിവിടെ കാണുന്നത് ഈ 23-ാം തീയതി അർദ്ധരാത്രിയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കുക എന്നത് നമ്മുടെ നാട്ടിൽ കീഴ്വഴക്കമില്ലാത്തൊരു രീതിയാണ്. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കലോട് പറഞ്ഞത് അദ്ദേഹം അഴിമതിക്കാരനാണെങ്കിൽ 2 വർഷത്തേക്ക് അദ്ദേഹത്തെ നിയമിച്ചതിന് മുമ്പ് അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചല്ലേ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ നിയമിക്കേണ്ടത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിച്ചിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണമെന്നാണ് ഇതിനകത്ത് കാണേണ്ടത്. ഗോപികൃഷ്ണനകത്ത് കാണേണ്ടത്, നമ്മൾ ഒരു പരാതി കൊടുത്തു, ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടത്തുക എന്ന പ്രോസസ്സ് ഇവിടെ നടന്നിട്ടില്ല എന്നത് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഒരു രാഷ്ട്രീയമായി കാണുന്നത് എന്താ? ഇതൊരു അർദ്ധരാത്രിയിൽ CBI ഡയറക്ടറെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസസ് ഉണ്ട്. റാഫേൽ കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നു. അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള നീക്കം അദ്ദേഹം നടക്കുന്നു. ആ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തെ പുറത്താക്കപ്പെടുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് കേൾവില്ലാത്തതാണ്. ഇതിനു മുമ്പ് നടന്ന ഒരു സാഹചര്യമല്ല. പല ഡയറക്ടർമാരെയും പല ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും രാജ്യത്ത് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഓരോ ഗവൺമെന്റ് വരുമ്പോൾ. അത് ശരിയാണ് PK ബിജു MP. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിന് ഇപ്പോൾ ഈ നടപടിയുണ്ടല്ലോ, അതായത് താങ്കൾ പറഞ്ഞതുപോലെ അലോക് വർമ്മയെ മാറ്റിയ നടപടിക്രമങ്ങൾ ശരിയായില്ല എന്ന് കോടതിയും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നടപടി CVC ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള ചില ഗുരുതരമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് നീക്കാൻ തീരുമാനിച്ച ആ തീരുമാനം തെറ്റല്ല എന്നാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കോടതിയും ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേക പരിരക്ഷകളൊന്നും നൽകാതെ അലോക് വർമ്മയെ റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോഴും നയപരമായ കാര്യങ്ങളിൽ താങ്കൾ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞത്. അവിടെ ഈ അലോക് വർമ്മയെ നീക്കുന്നതിന്
കേന്ദ്ര സർക്കാർ കാരണമായി പറഞ്ഞ അഴിമതി ആരോപണങ്ങളിൽ ഉള്ള കാര്യത്തിലുള്ള വിജിലൻസിൻ്റെ CVCയുടെ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു സുപ്രധാനമായ ന്യായമാണ്. അതിനെ എന്തിനാണ് മറച്ചു വെക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇടപെടലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാങ്കേതിക അർത്ഥത്തിൽ അവിടെ ഒരു ശരി കിടക്കുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഗോപികൃഷ്ണൻ ഇതിനകത്ത് ഈ സമിതി ഇദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷമല്ല ഉണ്ടാക്കിയത്. ഈ സമിതി ഇവിടെ ഉണ്ടല്ലോ, ഉന്നതാധികാര സമിതി. 23 അർദ്ധരാത്രി ഇദ്ദേഹത്തെ പുറത്താക്കുമ്പോഴും ഉന്നതാധികാര സമിതി ഇവിടെ ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അറിയാം, പ്രധാനമന്ത്രിക്കറിയാം, ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ MP-മാരുള്ള അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ അതിനകത്ത് മെമ്പറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് BJP ഭരണഘടനാ വ്യവസ്ഥകളെ അട്ടിമറിക്കുകയാണ്. എല്ലാ തരത്തിലും രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്താനല്ല അവരുദ്ദേശിക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനാണ്. ഗുജറാത്ത് കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അസ്താനയെ അവിടെ എത്തിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ അസ്താനയെ അവിടെ എത്തിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്താ? അദ്ദേഹം ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് അമിത്ഷായും മോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് അവിടെ കൊണ്ടുവന്നാക്കുകയും അവിടെ 2 ഡയറക്ടർമാർ CBIയിൽ 2 ഡയറക്ടർമാർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥിതിയുണ്ടായി എന്ന് രാജ്യത്തെ വാർത്താ വിനിമയ സംവിധാനങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും CBI സംവിധാനത്തിനകത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണിത്. ഇത് നമ്മുടെ പ്രശാന്ത് ഇതിനകത്തൊരു പ്രശ്നം പ്രശാന്ത് ഇതിനകത്തൊരു പ്രശ്നം ഈ കേന്ദ്രം ഈ ഒരു തീരുമാനം എടുക്കുകയും അഴിച്ചുപണിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ടി പണിപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് ശരി. പക്ഷെ അതിൻ്റെ പേരിൽ എന്തിനാണ് ഈ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന അലോക് വർമ്മയെ പോലൊരു ഉദ്യോഗസ്ഥനെ വെള്ളപൂശാൻ നിൽക്കുന്നത് എന്നതാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉന്നയിച്ചൊരു ചോദ്യം. അതിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഈ ഇപ്പോഴുള്ള അലോക് വർമ്മയുടെ ഈ രാജിക്ക് പിന്നിലും അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നും ചില വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന രഹസ്യ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തലുകളെ എന്തിനാണ് നമ്മൾ വെള്ളപൂശി മാറ്റി നിർത്തുന്നത്? മറ്റേ ഭാഗം ശരി, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് കേന്ദ്രം ഇടപെട്ടു, അതെല്ലാം ശരി. പക്ഷെ നിങ്ങൾ എന്തിനാണ് മറുഭാഗത്ത് അലോക് വർമ്മയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്? അല്ല ഗോപികൃഷ്ണൻ, ഇവിടെ അലോക് വർമ്മയെ ആരും വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ല. ആരെയും വെള്ളപൂശേണ്ട ആവശ്യവുമില്ല. അലോക് വർമ്മയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അത് അതിൻ്റെതായ രീതിയിൽ പോയിക്കോട്ടെ. അതിവിടെ പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കറിയാം 2 വർഷം മുമ്പ് ഇതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അലോക് വർമ്മയെ CBI ഡയറക്ടറായി നിയമിക്കുന്നത്. അത് ഇതേപോലെ തന്നെ 3-അംഗ സമിതി യോഗം ചേർന്നാണ്. ആ യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിയമിക്കപ്പെടുന്നത്. അന്ന് ആ യോഗത്തിലെ കോൺഗ്രസ് പ്രതിനിധിയും ഈ പറയുന്ന അലോക് വർമ്മയോട് വിയോജിച്ചിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു വിശ്വസ്തൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അലോക് വർമ്മ 2 വർഷം മുമ്പ് CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഡൽഹി പോലീസ് കമ്മീഷണറായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ ഘട്ടം മുതൽ അവർ BJPക്ക് വിശ്വസ്തനായ ഒരാൾ എന്നൊരു പ്രതീതിയായിരുന്നു അലോക് വർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ അദ്ദേഹത്തെ CBI ഡയറക്ടറായി നിയമിച്ചതും. അതേപോലെ മറ്റ് പല സർക്കാരിന് വേണ്ടപ്പെട്ട ഏജൻസികളുടെ ഒക്കെ തലപ്പത്ത് ഇതേപോലെ അവർക്ക് വേണ്ടപ്പെട്ടവരെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാ സർക്കാരും ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇങ്ങനെ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, തങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾ താല്പര്യപ്പെടുന്ന അത്രയും രീതിയിൽ വഴങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഈ വ്യക്തി എന്ന് കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളും ഇതേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് മറ്റൊരു വിശ്വസ്തൻ ഗുജറാത്തിൽ നിന്ന് ശ്രീ അസ്താന അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന് സ്പെഷ്യൽ ഡയറക്ടർ പദവി കൊടുക്കുന്നു. അപ്പോൾ സർക്കാരിന് വേണ്ടവിധം വഴങ്ങുന്നില്ല എന്നൊരു കുറ്റം അലോക് വർമ്മയ്ക്ക് മേലെ ഉയർന്നപ്പോൾ അദ്ദേഹത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ആളെ അവിടെ എത്തിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു CBI എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ വിശ്വാസത്തിന് ഇടിയുന്ന വിധത്തിലുള്ള അധികാര വടംവലികൾക്ക് തുടക്കമാവുന്നത് മോഡി സർക്കാർ നടത്തിയ ഇത്തരം ഇടപെടലുകളാണ്. ഇത് നരേന്ദ്രമോദി ഇത് പ്രധാനമന്ത്രിയാവുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലും അവിടുത്തെ പോലീസ് സംവിധാനത്തിൽ ഇതേപോലെയുള്ള ഇടപെടലുകൾ അന്ന് മുഖ്യമന്ത്രിയായ മോഡിയും അന്ന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇന്നത്തെ BJP അധ്യക്ഷൻ അമിത്ഷായും നടത്തിയിട്ടുണ്ട്. അത് ഗുജറാത്തിലെ വംശഹത്യാ വേളയിലും അവിടെ നടന്ന വ്യാജ ഏറ്റുമുട്ടൽ കേസുകളുടെ ഘട്ടത്തിലും ഒക്കെ തന്നെ ഗുജറാത്തിലെ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും വിധത്തിലുള്ള ഇടപെടലുകൾ അന്ന് നടത്തിയിരുന്നു.
അതേ നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തിയപ്പോൾ CBI അടക്കമുള്ള ഏജൻസികളിലും അദ്ദേഹം പയറ്റുന്നത്. പക്ഷേ അത് അത്രമാത്രം ഗുജറാത്തിലേതുപോലെ ഡൽഹിയിൽ അത് വിജയിക്കില്ല. കാരണം ഇവിടെ CBI പോലുള്ള സ്ഥാപനങ്ങൾ കുറെ കൂടി ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്നതാണ്. ഗുജറാത്തിൽ നടത്തിയതൊരു ഹൈ ഹാൻഡ്നെസ് മോഡിക്ക് ഇവിടെ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിവാദ വിഷയമായി ഉയർന്നു വന്നതും സുപ്രീം കോടതി മുമ്പാകെ എത്തിയതും. മോഡിയുടെ തീരുമാനം ഭാഗികമായി റദ്ദാക്കപ്പെടുന്ന വിധത്തിൽ ഒരു ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അപ്പോൾ അവിടെ ഒരു തിരിച്ചടി സർക്കാർ നേരിട്ടു. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചു വന്നൊരു കാര്യമുണ്ട്. ഞാൻ റഫേൽ ഇടപാടിൽ അലോക് വർമ്മ നടത്തുന്ന നീക്കങ്ങൾ അത് വല്ലാത്ത രീതിയിൽ സർക്കാരിനെ പരിഭ്രമിക്കുന്നുണ്ട്. റഫേൽ ഇടപാടിൽ മാത്രമല്ല, പ്രധാനമന്ത്രി കാര്യവുമായി ബന്ധപ്പെട്ട അവിടുത്തെ മറ്റു ചില ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിഷയങ്ങളിലും ഇതേപോലുള്ള പരാതികൾ CBIക്ക് മുമ്പാകെയുണ്ട്. അത് ബംഗാൾ കേഡർ IAS ഉദ്യോഗസ്ഥൻ, അവിടുത്തെ സ്പെഷ്യൽ ഉദ്യോഗസ്ഥനാണ് പ്രധാനമന്ത്രി കാര്യം, അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയുണ്ട്. അതേപോലെ നമ്മുടെ അജിത് ഡോവലിനെതിരായ അജിത് ഡോവൽ നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച ചില പരാതികൾ ഇപ്പോൾ CBIക്ക് മുമ്പാകെയുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി കാര്യാലയം ഉൾപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളിൽ പരാതികൾ നിലവിൽ CBIക്ക് മുമ്പാകെയാണ്. ഈ പരാതികളിലെല്ലാം തന്നെ അലോക് വർമ്മ എന്ത് തീരുമാനം എടുക്കുമെന്നത് സംബന്ധിച്ച് മോഡിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു, അസ്വസ്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ തിരക്കപ്പെട്ട് അദ്ദേഹത്തെ താങ്കൾ നേരത്തെ പറഞ്ഞത് അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിന്മേൽ, അഴിമതി ആരോപണങ്ങളിന്മേൽ CVCയുടെ കണ്ടെത്തലിന്റെ കാര്യത്തിൽ, ഇതിന്റെ നടപടിക്രമങ്ങളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ അലോക് വർമ്മയെ വെറുതെ വെള്ള പൂശേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ ഇവിടെ പ്രശാന്തും നേരത്തെ ശ്രീ PK ബിജു MP ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതകൾ അവിടെ കിടക്കുന്നത്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ 48 മണിക്കൂറിനുള്ളിൽ അലോക് വർമ്മയെ മാറ്റിയത്? അതിൻ്റെ യഥാർത്ഥ കാരണം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് പോലെ CVCയുടെ അഴിമതി ആരോപണങ്ങളല്ല, മറിച്ച് റഫാൽ യുദ്ധവിമാന ഇടപാട് സംബന്ധിച്ചും സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്രയ്ക്കെതിരായിട്ടുള്ള പരാതിയിന്മേലും തുടർ നടപടികളിലേക്ക് പോകാവുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കുകയായിരുന്നു അലോക് വർമ്മ. അത് ഏത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിലായാലും, അതല്ലെങ്കിൽ ഒരു ഓഫീസർ വിത്ത് ഇൻറ്റഗ്രിറ്റി എന്ന അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ. ഏതായാലും അത്തരം നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ തങ്ങളെ ദുർബലപ്പെടുത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഒരു നടപടിയിലേക്ക് കേന്ദ്രം നീങ്ങിയെന്നതാണ്. ആ ആരോപണത്തെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഗോപീഷൻ, ഇവിടെ എനിക്ക് പറയാനുള്ളത് അലോക് വർമ്മയെ സംബന്ധിച്ചുള്ള ഈ ഇഷ്യൂ CBI ഡയറക്ടറും സ്പെഷ്യൽ ഡയറക്ടറും തമ്മിലുള്ള ഇത് കഴിഞ്ഞ ഒക്ടോബർ 24 മുതൽ തുടങ്ങിയ ഇന്ന് വരെയുള്ള ചർച്ചയിൽ അലോക് വർമ്മയുമായി ബന്ധപ്പെട്ടും അലോക് വർമ്മ നേരിട്ടും അല്ലാതെയും ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി മാധ്യമങ്ങൾക്ക് ബ്രീഫിംഗ് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബിജു MP ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധാരണയിൽ ചില കാര്യങ്ങൾ പറയാനിടയാം. ഒന്ന് തന്നെ സ്പെഷ്യൽ ഡയറക്ടറെ അസ്ഥാനയെ വെച്ചു എന്ന് പറയുന്നത്. അസ്ഥാനയെ സംബന്ധിച്ച് രണ്ടുപേരെ ഒരുപോലെ മാറ്റി. ഡയറക്ടറെ രണ്ടുപേരോട് ഒരുപോലെ ലീവിൽ പോകാൻ പറഞ്ഞു. അസ്ഥാനയോടും പറഞ്ഞു, അലോക് വർമ്മയോടും പറഞ്ഞു. എനിക്ക് പറയാനുള്ള അലോക് വർമ്മ ഡയറക്ടറും സ്പെഷ്യൽ ഡയറക്ടർ ഇപ്പോൾ ആസ്ഥാന എന്ന് പറഞ്ഞ ഒരാളെ അല്ല, ഇതിന് വർഷങ്ങളായി. ഞാനിപ്പം തെളിച്ച് പറയാണ്, 27 വർഷത്തോളമായി CBI കേസിൽ വാദി എന്ന നിലയിൽ, നിരവധി CBI കേസിലെ വാദി എന്ന നിലയിൽ നിരന്തരമായി CBIയും പേഴ്സണൽ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, CBI ആസ്ഥാനത്ത് CGO കോംപ്ലക്സിൽ സ്പെഷ്യൽ ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എക്കാലത്തുമുണ്ട്, വർഷങ്ങളായി ഉണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെഷ്യൽ ഡയറക്ടറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ML ശർമ്മ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡയറക്ടർ ഒടുവിൽ ഡയറക്ടറാകാൻ പറ്റാൻ ഞാൻ പിണങ്ങിയാണ് പോയത്. അതേ ഇതുപോലെ രാജിവെച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പറയാൻ ഗോപീഷൻ്റെ കുഴപ്പമില്ല, മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് അല്പം പറയാൻ, ഇതിനകത്ത് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും വിശദീകരിക്കാത്തതുകൊണ്ടാണ് പലതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ വ്യക്തമായിട്ടല്ല പറയാം. CBIയുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത്, ബിജു ഇവിടെ പറഞ്ഞല്ലോ, CBIയുടെ പ്രതിച്ഛായ കുറേ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, ഞാൻ 26 വർഷമായി 27 വർഷത്തോളമായി അഭയക്കേസുമായി ബന്ധപ്പെട്ട് CBIയിൽ നീതി കിട്ടാതെ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടും വിചാരണ നടത്താതെ തെക്ക് വടക്ക് CBI നടക്കുമോ, എല്ലാ കേസിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം CBIയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം നേരത്തെ പോയതാണ്, ഇപ്പം പുതുതായിട്ടല്ല, ഇപ്പം കുറച്ചും കൂടെ ഒന്ന് പ്രകടമായി ബോധ്യപ്പെട്ടു. ഇപ്പം നിങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബിജു ഉൾപ്പെടെ എല്ലാവരും ഉന്നയിച്ച ആരോപണം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിന് മുമ്പിൽ വന്നിട്ടുള്ളതാണ്. അതെല്ലാം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, കോടതി പരിഗണിച്ചിട്ടുള്ളതുമാണ്. ഇനിയും ആർക്കെങ്കിലും ആശയമുണ്ടെ പരാതി കൊടുക്കും. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നേരത്തെ ഞാൻ ഗോപീഷനെ ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ അലോക് വർമ്മ
ഡൽഹി പോലീസ് കമ്മീഷണറായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ മോഡി പ്രധാനമന്ത്രി ശ്രീ മോഡിയുമായി ചക്കരയും പീരയാകാൻ ഇപ്പോഴല്ല നേരത്തെ ആകാൻ കാരണം എന്താണ്? ആം ആദ്മി പാർട്ടിയുടെ MLA-മാരെയും മന്ത്രിമാരെയും കള്ളക്കേസിൽ കുടുക്കി ഒരുപാട് പേരെ അയോഗ്യനാക്കി. പല MLA-മാരും ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡൽഹി പോലീസ് കമ്മീഷണറായിരിക്കെ ആം ആദ്മി പാർട്ടിയെ MLA-മാരെ, ഞാൻ അവരുടെ ആളൊന്നുമല്ല, എനിക്കൊരു രാഷ്ട്രീയമില്ല, ഞാൻ എനിക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അത്തരം വിശദമായ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് ചെറിയ തടസ്സമുണ്ട്. കാരണം ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അതിനപ്പുറം AICCയുടെ മാധ്യമ വക്താവ് ശ്രീമതി ഷമാ മുഹമ്മദ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർ ഏറെ നേരമായി കാത്തിരിക്കുകയാണ്. ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവരെ കണക്ട് ചെയ്യാൻ വൈകിയത്. മാഡം, ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയല്ലേ? CBIയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ മാറ്റി, അതിന് കോടതി ആ നടപടിക്രമങ്ങളെ മാത്രമാണ് നേരത്തെ വിമർശിച്ചിരുന്നത്. അതിനൊരു സംവിധാനമുണ്ട്, ഉന്നതാധികാര സമിതി. അതിൽ പ്രധാനമന്ത്രിയും സിക്രിയും രണ്ടുപേരും ഒരേ അഭിപ്രായത്തിലെത്തി നടപടി പൂർത്തിയാക്കി അലോക് വർമ്മയെ അവിടെ നിന്നും മാറ്റി. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ലേ കോൺഗ്രസ് ശ്രമിക്കുന്നത്? അലോക് വർമ്മ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം വാരണാസിയിലോ മറ്റോ അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നാമ്പുറ സംസാരം. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയല്ലേ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അലോക് വർമ്മേന് സീറ്റ് ഓഫർ ചെയ്തു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതൊരു ന്യൂസ് എനിക്ക്, പക്ഷെ അതിന് എനിക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മെന്നാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു, അലോക് വർമ്മ ഷുഡ് ബി റീഇൻസ്റ്റേറ്റഡ്. ഈ അലോക് വർമ്മയുടെ കറപ്ഷൻ ആലിഗേഷൻസ് ഒരു CVC റിപ്പോർട്ടിന്റെ മേലെന്നാണ് അവര് പറയുന്നത്. ഈ CVC റിപ്പോർട്ട് രാകേഷ് അസ്താനന്റെ FIR ഫയൽ ചെയ്തതിന് ശേഷമാണ് ഈ CVC റിപ്പോർട്ട് ചെയ്തത്. ഈ CVC റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിസെന്റ് നോട്ട് കൊടുത്തിട്ടുണ്ട് മല്ലികാർജുൻ ഖർഗെ ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ. അപ്പൊ അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അലോക് വർമ്മൻ ഒന്ന് കേൾക്കണം, ബിക്കോസ് ഈ ഡിസെന്റ് നോട്ടിൽ ക്ലിയർലി പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ CVCയുടെ റിപ്പോർട്ടിൽ കുറെ കാര്യങ്ങളിൽ അവരുടെ CVC റിപ്പോർട്ട് പറയുന്ന ഈ 2 കോടി രാകേഷ് അസ്താന എടുത്ത് അതിൽ ഞങ്ങൾക്ക് എവിഡൻസ് ഇല്ല. പിന്നെ ഹരിയാനയിൽ അവരെന്തോ സ്ഥലമുണ്ട്, അതിൽ എവിഡൻസ് ഇല്ല. പിന്നെ 2 കാര്യത്തിൽ എവിഡൻസ് ഉള്ള കാര്യം, ഒരു ഗോൾഡ് എന്തോ മാറുന്ന ഒരു കാര്യത്തിൽ എവിഡൻസ് ഉള്ള കാര്യത്തിൽ അവർ പറഞ്ഞു അത് ക്രെഡിബിൾ അല്ലാന്ന്. അപ്പം പല കാര്യങ്ങൾ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അദ്ദേഹത്തിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് എന്തിനാ അവര് പ്രൈം മിനിസ്റ്റർ വേറെ പൊസിഷൻ കൊടുത്തത്? DG ഫയർ സർവീസ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അഴിമതിയുള്ള ഒരു മനുഷ്യന് അത് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യോ, അത് വിതൗട്ട് ഇത് ചെയ്യണമല്ലോ. അപ്പൊ അതൊരു കാര്യം. പക്ഷെ ഇന്ന് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി ഒരു വേറെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി എന്താ പറഞ്ഞാൽ രാകേഷ് അസ്താനയുടെ നമുക്ക് വി വിൽ കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം നടത്തണം, ബിക്കോസ് there is allegation of serious corruption. അവിടെ അഴിമതിയുടെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ രാകേഷ് അസ്താനയുടെ മേലെയുള്ള ഹൈക്കോർട്ട് അദ്ദേഹത്തിന്റെ കേസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതാ നിങ്ങൾ നോക്കണ്ട. അപ്പൊ അതും ഒരു അടിയാണ് ഇതിന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ റഫേൽ സ്കാമില് പ്രധാനമന്ത്രി ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അദ്ദേഹം അതുകൊണ്ട് അന്ന് അർദ്ധരാത്രി അലോക് വർമ്മനെ മാറ്റിയത്. ബിക്കോസ് രാവിലെ അലോക് വർമ്മ റഫേൽ സ്കാമില് അന്വേഷണം തുടങ്ങാൻ പോകുന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അർദ്ധരാത്രി CVC മാറ്റിയത്, വേറെ ആരുമില്ല. CVC അതിന് പവർ ഇല്ല, വെറും ആ സെലക്ട് കമ്മിറ്റിക്ക് പവർ ഉള്ളൂ. അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഈ രാകേഷ് അസ്താന കറപ്റ്റാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അലോക് വർമ്മനെ എന്തുകൊണ്ട് ഇത്ര ധൃതിയില് അന്ന് അർദ്ധരാത്രി മാറ്റി, പിന്നെ 2 ദിവസത്തിന് അദ്ദേഹം 2 ദിവസം പൂർത്തിയാവുന്ന മുമ്പേ ഈ ഒരു ഡിസിഷൻ ആ സെലക്ട് കമ്മിറ്റി എടുത്ത് അദ്ദേഹത്തിന് കേൾക്കാണ്ട്, അലോക് വർമ്മ എന്താ പറയുന്നത് കേൾക്കാണ്ട് അവർ ആ ഡിസിഷൻ എടുക്കും. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമന്ത്രിക്ക് പേടിയുണ്ട്, അലോക് വർമ്മ അന്വേഷണം തുടങ്ങും റഫേൽ സ്കാമിൽ. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരെ റഫേൽ സ്കാമിന്റെ ഡിസ്കഷനിൽ തയ്യാറല്ല, ഒരു JPC പ്രോബിന് തയ്യാറല്ല, CBI പ്രോബിന് തയ്യാറല്ല. അപ്പൊ ഒന്നിനും പ്രധാനമന്ത്രി ഈ റഫേൽ സ്കാമിന്റെ ഇത് നോക്കുമ്പോൾ തയ്യാറല്ല. പക്ഷെ എന്റെ ചോദ്യം ഇതിന്റെ നടപടിക്രമങ്ങളിൽ എവിടെയാണ് നിങ്ങൾക്കൊരു വീഴ്ച കണ്ടെത്താൻ കഴിയുക? ഇപ്പോൾ സുപ്രീം കോടതി ആദ്യം പുറത്താക്കിയപ്പോൾ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ്. ഉന്നതാധികാര സമിതിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ അലോക് വർമ്മയെ മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ആരോപണം ഉന്നയിക്കാം, ഇതിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങളാണ് ഈ നടപടിക്ക് കാരണം. പക്ഷേ ഈ നടപടിക്രമങ്ങളിൽ സാങ്കേതികമായി എവിടെയാണ് നിങ്ങൾക്ക് കുഴപ്പം പറയാൻ പറ്റുക?
അതന്നെ അതാ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അവരൊരു കോംപ്രമൈസ് ഉണ്ട്, എവിടെയോ ഒരു ഇതുണ്ട് നടക്കുന്നത്. ബിക്കോസ് ഞങ്ങൾ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അലോക് വർമ്മ പറയാനുള്ളത് കേൾക്കാണ്ടുന്നത്? നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് മോദിജി തന്നെ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ? ബിക്കോസ് ആ റിപ്പോർട്ട് നിങ്ങൾ ആ CVC റിപ്പോർട്ട് വായിച്ചാൽ ക്ലിയർലി പറയുന്നുണ്ട് നോ എവിഡൻസ് ആൻഡ് ഈവൻ ഇഫ് ദർ ഇസ് എവിഡൻസ് അത് ക്രെഡിബിൾ അല്ലാന്ന്. അതന്നെ ആ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ ഒരു ചെറിയൊരു സംശയത്തിന് അദ്ദേഹത്തിന് മാറ്റുന്നതിന് പകരം അദ്ദേഹം എന്താ പറയുന്നത് അത് കേൾക്കാം, എന്നിട്ട് അദ്ദേഹത്തിന് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. ആ 77 ദിവസം അദ്ദേഹത്തിന്റെ അത് കൊടുക്കാം. അദ്ദേഹം അന്വേഷണം ചെയ്യട്ടെ റഫേൽ സ്കാമിൽ. മോദിജി ഒന്നും ചെയ്തില്ലല്ലോ. മോദിജിയെ പറഞ്ഞു ഞാൻ കറപ്റ്റ് അല്ല, ഞാൻ ക്ലീൻ ആണ് എന്നാ ചെയ്യട്ടെ. ഞങ്ങൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇത്ര പേടി? നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് JPC പ്രോബ് ചെയ്യാത്ത? ഞാൻ ഒരു കാര്യം പറയാം, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അഗസ്റ്റ വെസ്റ്റ്ലൻഡ് ഉള്ള സമയത്ത് ആ സ്കാം വന്ന സമയത്ത് അലിഗേഷൻ വന്ന സമയത്ത് ഇറ്റലിയിൽ നിന്ന് എന്താ ചെയ്തത് AK ആന്റണി സർ? ഉടനെ CBI പ്രോബ്, ആ ഡീല് നിർത്തി CBI പ്രോബ് അവിടെ പാർലമെന്റിൽ പറഞ്ഞു വി ആർ റെഡി ഫോർ JPC. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ട്രാൻസ്പെറന്റ്. ഇഫ് യു ആർ ട്രാൻസ്പെറന്റ്, നിങ്ങൾ ഒന്നും തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ JPC പ്രോബ്ലം ഇതാണ്. ഇതിൽ ക്ലിയർ അർദ്ധരാത്രിയിൽ അലോക് വർമ്മനെ മാറ്റി. ഇന്ന് അലോക് വർമ്മനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ മുമ്പ് വേഗം ഒരു ഡിസിഷൻ എടുക്കുന്നു. 2 ദിവസം ആയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് പ്രൈം മിനിസ്റ്റർ ധൃതി അലോക് വർമ്മൻ ഇവിടുന്ന് പുറത്താക്കണ്ട? പിന്നെ അലോക് വർമ്മ ആ പുതിയ പൊസിഷനിൽ റിസൈൻ ചെയ്തിരിക്കുക. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പൊസിഷൻ വേണ്ട, അതിന്റെ ഇന്റഗ്രിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്. അപ്പൊ ഒരു ഇന്റഗ്രിറ്റിയിലൊരു ശ്രീമതി ഷമ മുഹമ്മദ്, ഏതായാലും സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എല്ലാ അതിഥികൾക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBIയുടെ തലപ്പത്തുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നീക്കങ്ങളിൽ എന്താണ് അതിന്റെ ക്ലൈമാക്സ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ആ തിരക്കഥ ഇനിയും പൂർത്തിയാകാനിരിക്കുന്നതേ ഉള്ളൂ. അത് വരും ദിവസങ്ങളായിരിക്കും അതിന്റെ പൂർണ്ണരൂപം നമുക്ക് മുന്നിൽ വെളിവാകാൻ പോകുന്നത്. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. This is 24.